ഓണം വരുവാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്നല്ലേ നമ്മുടെ ചങ്ങമ്പുഴ പാടിയത്. പക്ഷെ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇപ്പൊ ഓണക്കാലം വന്നപ്പോ ഓണത്തിന്റെ വിൽപ്പനയുടെ പരസ്യങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ. ഓണത്തപ്പന് പോലും എന്താ പറയുക, ദേഷ്യം വരത്തക്ക രീതിയിലാണ് മനുഷ്യരെ ആകർഷിക്കാൻ. നമ്മൾ കേട്ടിട്ടില്ലേ, 18 അടവും മുട്ടടവും നോക്കുന്നു എന്ന്. വിൽപ്പന വർദ്ധിപ്പിക്കാൻ വേണ്ടി 18 അടവും മുട്ടടവും നോക്കുന്ന വ്യാപാര വ്യവസായ സമൂഹത്തിലാണ് നാം അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്നത്. അതായത് കേരളത്തിന്റെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.43% ഇന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ ഉള്ളൂ. പക്ഷേ ഈ 2.43% ജനത ഇന്ത്യയിൽ ആകെ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ 10%-ലധികം ഉപഭോഗിക്കുന്നു എന്നാണ്. അതായത് ലോങ് ഡ്യൂറേഷൻ ഗാഡ്ജറ്റ്സ് ആവട്ടെ, അതായത് TV, അതുപോലെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളാകട്ടെ, വാഷിംഗ് മെഷീൻ പോലെ ഉള്ളതാകട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കാറുകളുടെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ ശരാശരി ഒരു കിലോമീറ്ററിലെ വെഹിക്കിൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് 18 ഇന്ത്യയിലെ. പക്ഷെ കേരളത്തിൽ അത് 466. അമേരിക്കയിൽ പോലും 535 മാത്രമാണെന്ന് ഓർക്കണം. അപ്പൊ കേരളം ഈ പരസ്യ വിപണിക്ക് അടിപ്പെട്ട് ഏത് തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എന്ന ചങ്ങമ്പുഴയുടെ പാട്ടുപോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അത് ഇവിടെ ഈ വിപണി വിപണി വിപണി. അതാ വരും 25 കോടിയുടെ സമ്മാനം, പിന്നെ വലിയ വിലക്കിഴിവ്. 25 കോടിയുടെ സമ്മാനം കൊടുക്കൽ മാത്രമല്ല, അങ്ങനെ സമ്മാനം കൊടുത്ത് വിൽക്കുന്ന ഉൽപ്പന്നം വലിയ വിലക്കിഴിവിലുമാണ് അത്രേ വിൽക്കുന്നത്. 2 കോടിയുടെ സമ്മാനം, ഇങ്ങനെ 10 കോടിയുടെ സമ്മാനം, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കോടികളുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നു. എന്നിട്ടും വിൽക്കുന്നതോ, ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നത് വളരെ വിലക്കിഴിവിലും. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 25 കോടിയുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ അഡ്വർടൈസ് ചെയ്യുന്ന ആരെ കൊണ്ടാണ്? സെലിബ്രിറ്റികളെ കൊണ്ട്. ഒരു സെലിബ്രിറ്റിക്ക്, ഉദാഹരണത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ബച്ചൻ ചില പ്രോഗ്രാംസ് ഒക്കെ TV ചെയ്യുമല്ലോ, കോടിപതി പോലെയുള്ള പ്രോഗ്രാംസ്. 5 കോടിയാണ് ഒരൊറ്റ പ്രാവശ്യത്തേക്ക് വേണ്ടി ഒരു കോടിപതി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കൊടുക്കണ്ടേന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു സെലിബ്രിറ്റിയുടെ ഫീസ് എത്രയാണെന്ന് മനസ്സിലായല്ലോ. 25 കോടി സമ്മാനം കൊടുക്കുന്നു. അതുപോലെ തന്നെ കോടികൾ, ഒരു സെലിബ്രിറ്റി ഒന്നും അല്ല, പല സെലിബ്രിറ്റികളെ കൊണ്ട്, വനിതകൾ ഉണ്ടാകും, പുരുഷന്മാരുണ്ടാകും, സെലിബ്രിറ്റികൾ അവരുടെ കൂടെ ആടിപ്പാടി ഉല്ലസിച്ച് ഈ വിപണിയുടെ മഹത്വം ഉയർത്തി കാണിക്കാൻ വേണ്ടി വേറെ ഒരുപാട് സുന്ദരി സുന്ദരന്മാര്, കലാരൂപങ്ങള്, അങ്ങനെ വിവിധ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ കണ്ണഞ്ചിപ്പിച്ചുകൊണ്ട് TV തുറന്നാല്, പത്രം തുറന്നാല് ഒക്കെ നമ്മൾ കാണുന്നത്. ഏത് ചാനലിൽ നോക്കിക്കോളൂ, യൂട്യൂബ് ആകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഗൂഗിൾ ആകട്ടെ, എന്തൊന്ന് നോക്കിയാലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും ഇതൊക്കെ തന്നെ ഈ വിപണിയുടെ പരസ്യം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയ അപകടമാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.43% മാത്രം വരുന്ന കേരളത്തിൽ 10%-ലധികം ഉപഭോഗം നടക്കുന്നു എങ്കിൽ എത്ര കണ്ട് ഈ പരസ്യങ്ങൾക്ക് നമ്മൾ അടിമകളായി പോകുന്നു എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ അങ്ങനെ ചെയ്യാതെ മുന്നോട്ട് പോയാല് അതിന്റെ ഭവിഷ്യത്ത് എങ്ങനെ, ഈ കടമെല്ലാം വീട്ടിൽ പോകും. കേട്ടില്ലേ, ഒരു വീട്ടമ്മ മൂവാറ്റുപുഴയാറിൽ ചാടി മരിച്ചത് 10 ലക്ഷത്തിന്റെ കടമുണ്ടത്രേ. അടുത്ത വീട്ടിലെ ഉള്ളവരുമായിട്ട് രഹസ്യമായിട്ട് കൊടുക്കൽ വാങ്ങിയൽ നടത്തിയ എന്താണ് അതിന്റെ കഥയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ കാര്യം ഇത് മാത്രമാണ്, ഇതുപോലെ കടം വാങ്ങിയും ഉപഭോഗിക്കുക. എന്താണ് സംഭവിക്കുന്നത്? ആരും എന്തും വാങ്ങട്ടെ, ഉപയോഗിക്കട്ടെ, പക്ഷേ അവനവന്റെ പോക്കറ്റിന് ഒതുങ്ങുന്നതേ പാടുള്ളൂ. അങ്ങനെ പോക്കറ്റിന് ഒതുങ്ങുന്നത് മാത്രം കൺസ്യൂം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര സമാധാനപരമായിരിക്കും ജീവിതം. പക്ഷേ നമ്മള് ഇപ്പൊ ഈ നബാർഡ് ഈ അടുത്ത നാളിൽ പുറത്തിറക്കിയ ഒരു കടം സർവേ ഉണ്ട്. ആ കടം സർവേയിലൊക്കെ കേരളത്തിലെ കർഷകർ മാത്രമല്ല,
കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും കടക്കെണിയിലാണെന്നാണ് ആ സർവേ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്ങനെ കടക്കെണിയിലാകാതിരിക്കും? നമ്മൾ എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പോക്കറ്റിൽ എന്തുണ്ട് എന്നതിനെ ആശ്രയിച്ചിട്ടല്ല. അടുത്ത വീട്ടിൽ എന്ത് വാങ്ങിച്ചിരിക്കുന്നു, അടുത്ത വീട്ടുകാർ ഏത് തരത്തിലുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, അടുത്ത വീട്ടുകാരിലെ ഏത് തരത്തിലുള്ള ഭക്ഷണത്തിന്റെ ഗന്ധമാണ് പുറത്തേക്ക് വരുന്നത്, അടുത്ത വീട്ടുകാർ എന്ത് ചെരുപ്പ് ധരിക്കുന്നു, ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്കാണ് അവര് ടൂർ പോകുന്നത്, ഇങ്ങനെ അടുത്ത വീടിനെ നോക്കിയിട്ടാണ് നമ്മുടെ വീടിന്റെ കൺസംഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് ഇങ്ങനെ മനുഷ്യർ അധപ്പതിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ പോക്കറ്റിനെ ആശ്രയിച്ചായിരിക്കണം. നാളേക്ക് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം, നമ്മുടെ കുട്ടികൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം വേണം, നമ്മുടെ കുട്ടികൾ കടത്തിൽ മുങ്ങി മരിക്കാൻ ഇടവരരുത്, നമ്മുടെ കുട്ടികളുടെ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് അവരെ വളർത്തിയെടുക്കണം. ഇങ്ങനെയുള്ള ഓപ്റ്റിമം ചിന്തകൾ കൊണ്ടുവേണം ഒരു കുടുംബത്തിൽ എല്ലാവരും മുന്നോട്ട് പോകാൻ. അച്ഛനും അമ്മയും കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് മക്കൾ അനുവർത്തിക്കുക, അവരുടെ ജീവിതത്തിൽ അവരെ പ്രാവർത്തികമാക്കുക. അതല്ലാതെ അടുത്ത വീട്ടിൽ നടക്കുന്നത് എന്തും കണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിച്ചു കളയാം എന്ന് വിചാരിച്ചാല് നമുക്ക് മാത്രമല്ല നമ്മൾ കുഴി തോണ്ടുന്നത്, നമ്മളുടെ മക്കൾക്കും അവരുടെ ഭാവിക്കും ഒക്കെയാണ് നമ്മൾ കുഴി തോണ്ടുന്നത് എന്ന് മറക്കരുത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 25 കോടിയുടെ പിന്നെ സമ്മാനം, അത് കഴിഞ്ഞിട്ട് എന്തുമാത്രം സമ്മാനങ്ങൾ അങ്ങനെ പറയുന്നതിന്റെ സത്യസന്ധത അത് ഒന്ന് വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ആലോചിക്കണം. ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോഴും അതിന്റെ വില ഫിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. എന്ന് വെച്ചാല് അതിന്റെ ഉൽപാദന ചെലവുകൾ മുഴുവനും കവർ ചെയ്യുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. ആ ബ്രേക്ക് ഈവൻ പോയിന്റിൽ വില നിശ്ചയിച്ചാല് അവർക്ക് മുന്നോട്ട് പോകാൻ ഒക്കുമോ? ഇല്ല. എന്താ കാരണം? ഉൽപാദന ചെലവ് മാത്രമേ തിരിച്ചു കിട്ടുന്നുള്ളൂ, ഒരു ലാഭവും കിട്ടുന്നില്ല. അപ്പൊ ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യവസായി, ഒരു ഉൽപാദകൻ ആ പ്രക്രിയയിൽ തുടരുകയുള്ളൂ. അതിനെന്താണ് സാമ്പത്തിക ശാസ്ത്രം അനുവദിക്കുന്നത്? ഈ ബ്രേക്ക് ഈവൻ പ്രൈസിന്റെ ഉപരി ഒരു 30% വരെയൊക്കെ വില വർദ്ധിപ്പിക്കാം. അപ്പൊ യഥാർത്ഥ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും ഒരു 30% മാക്സിമം വില വർദ്ധിപ്പിച്ച അത് ആ 30% എന്ന് പറഞ്ഞാൽ അയാളുടെ പോക്കറ്റിലേക്ക് വരേണ്ട ലാഭമാണ്. അത്രയും തരത്തില് വില വർദ്ധിക്കുവാൻ അനുവദിക്കുന്നു സാമ്പത്തിക ശാസ്ത്രം. അങ്ങനെ അനുവദിക്കുന്ന വില, ആ വിലയ്ക്ക് ഫിക്സ് ചെയ്ത ഉൽപ്പന്നമാണോ നിങ്ങളുടെ മുൻപിൽ 75% വിലക്കിഴിവിൽ തരുന്നു, 25 മുതൽ 50% വരെ വിലക്കിഴിവിൽ തരുന്നു, ഓക്കെ, അങ്ങനെ വിലക്കിഴിവിൽ തരുന്നു എന്ന് വെച്ചോളൂ. എങ്കിൽ തന്നെയും 25 കോടിയുടെ പിന്നെ ബമ്പർ സമ്മാനം ലോട്ടറി എങ്ങനെ നടത്തും? എങ്ങനെ ഈ സെലിബ്രിറ്റിക്ക് കോടികൾ സമ്മാനമായിട്ട് കൊടുക്കും? എങ്ങനെ ഈ പറയപ്പെട്ട അതായത് കസർത്തുകൾ, അതായത് ഈ എല്ലാ തരത്തിലുള്ള ആഘോഷ പരിപാടികളും നടത്തി ഈ ഉൽപ്പന്നത്തിന്റെ വിപണന മേള നടത്തും? ഇതിനൊക്കെ എത്രയോ കൂടുതൽ പണം ചെലവുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വ്യാപാരി വ്യവസായികൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ തള്ളലാണ്, ഒക്കെ ശുദ്ധ കള്ളത്തരങ്ങളാണ്. ഇതിന്റെ ഉൽപാദനത്തിന്റെ ചെലവിന് വേണ്ടി ചെലവഴിച്ചത് വളരെ കുറഞ്ഞ സംഖ്യകൾ മാത്രമാണ്. അത്രയും കുറഞ്ഞ സംഖ്യകൾ മാത്രം, അതായത് ചെലവ് വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ പല മടങ്ങ് വില കൂട്ടിവെച്ച്, ഞാൻ പറഞ്ഞ ബ്രേക്ക് ഈവൻ പോയിന്റിലല്ല വില നിശ്ചയിച്ചിരിക്കുന്നത്, അതിനേക്കാളൊക്കെ പല മടങ്ങ്, ഉൽപാദന ചെലവിനേക്കാൾ പല മടങ്ങ് കൂട്ടി വില നിശ്ചയിച്ചു. വില നിശ്ചയിച്ചിട്ട് അതിന്റെ 75% കിഴിവാക്കി എന്ന് പറയുന്നു. അപ്പോഴും ഈ ബ്രേക്ക് ഈവന്റെക്കാളും 50-100% മുകളിലായിരിക്കും അപ്പോഴും ഈ യഥാർത്ഥത്തിൽ അവര് ഫിക്സ് ചെയ്ത വിലയിരിക്കുന്നത്. അങ്ങനെ അടിമുടി നിങ്ങളെ പറ്റിക്കുന്നതാണ് വിപണന തന്ത്രങ്ങൾ. ഇത്തരം വിപണന തന്ത്രങ്ങളിൽ വീണു പോകുന്നതിന് മുൻപ് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങേണ്ടത്, അടിയന്തര ആവശ്യമുള്ള എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ട്. നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നമുക്ക് കുറെ പ്രയോജനമുള്ള നമ്മുടെ മക്കൾക്കും നമുക്കും ഒക്കെ വേണ്ടിയിട്ട് ആകർഷകമായ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് തെറ്റൊന്നുമല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ അധ്വാനിക്കുന്നത് ഒക്കെ നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതിലും ഉപരി ഈ തലമുറയിൽപ്പെട്ട നമുക്ക് തന്നെ
നമ്മുടെ മക്കൾക്കും നമുക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊന്നും അടുത്ത വീട്ടിലെ ഉപഭോഗം എന്ത് എന്ന് നോക്കി ആയിരിക്കരുത്. നിങ്ങളുടെ പോക്കറ്റിലെ പണം എത്രയാണ്, നിങ്ങൾക്ക് എവിടം വരെ പോകാം, നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഇത്തരം കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കണം നിങ്ങളുടെ തീരുമാനങ്ങൾ. അത് നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാതെ കൂട്ടായി തീരുമാനിക്കുക. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അച്ഛനും അമ്മയും മക്കളും കൂടി എന്തൊക്കെ വേണം, എന്തൊക്കെ വാങ്ങാനുള്ള പാങ്ങുണ്ട് എന്ന് തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ബജറ്റിനെ ബാധിക്കുകയില്ല. നിങ്ങളെ ഈ വാങ്ങൽ, ഈ തിരുവോണം കഴിഞ്ഞ് എത്രയോ പേരാണ് കടക്കണിയിലേക്ക് തിരുവോണം കഴിഞ്ഞ് പോകുന്നത്, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ. ഇപ്പൊ സർക്കാരാണെങ്കിൽ ഈ ഓണവിപണിയെ കൊഴുപ്പിക്കാനായിട്ട്, ഓണവിപണിയെ കൊഴുപ്പിക്കുമ്പോൾ സർക്കാരിൽ പലർക്കും വേണ്ടതുപോലെ കൈമടങ്ങുകൾ കിട്ടുന്നുണ്ടാകും. ഓണവിപണിയെ ത്രസിപ്പിക്കാനായിട്ട് എന്താണ് സർക്കാർ കൊടുക്കുന്നത്? സർക്കാർ ജീവനക്കാർക്ക് ബോണസ് കൊടുക്കുന്നു, അലവൻസ് കൊടുക്കുന്നു. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് വായ്പ, ഇത്രയോ ഗഡുക്കളായിട്ട് തിരിച്ചടച്ചാൽ മതി എന്നുള്ള വായ്പ കൊടുക്കുന്നു. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുകയല്ല. അപ്പൊ അങ്ങനെ ഒക്കെ കൊടുക്കുന്നു. അത് ഇതിന്റെ ഒക്കെ ഉപരിയാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ഇതൊക്കെ ഈ വിപണിയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പം വിപണിയുടെ ഉടമകളും അല്ലെങ്കിൽ സർക്കാരിനോട് പിണങ്ങും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വിപണി ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ഇങ്ങനെ വികസിച്ചു വരുന്നത്. ആ വികാസം കണ്ട് വിറകൊള്ളാതെ, നിങ്ങൾ തുള്ളിച്ചാടാതെ, നിങ്ങളുടെ പോക്കറ്റിൽ എന്തുണ്ട് അത് നോക്കി മാത്രം വിപണിയിൽ ഇറങ്ങണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഫുഡ് സെക്യൂരിറ്റി വിങ് വളരെ വലിയ കണ്ടുപിടുത്തവുമായി മുൻപോട്ട് വന്നു. പല പത്രങ്ങളിലും അവരുടെ കണ്ടുപിടുത്തം, അവര് വളരെ നാളുകളായി കളക്ട് ചെയ്ത, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പച്ചക്കറികള്, പിന്നെ അതുപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ തന്നെ മധുരമുള്ളവയും മധുരമില്ലാത്തവയും, പിന്നെ അതിൽ ചേർക്കുന്ന കളറുകൾ, അങ്ങനെ ഒരുപാട് സാധന സാമഗ്രികളുടെ വളരെ കർശനമായ ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിപ്പോർട്ട് കണ്ടാൽ ഓണവിപണിക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലാതെ ഓണവിപണിയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് നമുക്ക് ആർക്കും തോന്നുകയില്ല. അത്ര വിഷമയമായ ഉൽപ്പന്നങ്ങളാണ് ഓണവിപണിയിൽ നിന്ന് കേരളത്തിൽ തന്നെ വിൽക്കപ്പെടുന്നത്. അധികം സാധനങ്ങളും അങ്ങനെയുള്ളവയാണ്. അതായത് നമ്മൾ മേടിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പെസ്റ്റിസൈഡ്സിന്റെ അംശം കൊണ്ട് കലുഷിതമാണ്. അതായത് എന്താ പറയുക, വിഷമയമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പച്ചമുളക് എടുക്കുക, കറിവേപ്പില എടുക്കുക, ഇതൊക്കെ വലിയ എല്ലാ സാധനങ്ങളും വിഷമയമായിട്ടാണ് കേരളത്തിലെ വിൽക്കപ്പെടുന്നത്. അന്യ സംസ്ഥാനങ്ങള്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങള് കേരളത്തിൽ വിൽക്കാനുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ പോകുന്ന പത്രപ്രവർത്തകർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്കുള്ളതിന് പ്രത്യേകമായിട്ട് പെസ്റ്റിസൈഡ്സ് അടിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഇപ്പോ കറിവേപ്പിലയിലെ ഒരു ചെറിയ പുള്ളിപ്പാണ്ട് കണ്ടാൽ അവർ കറിവേപ്പില എടുക്കില്ല. അതുപോലെ തന്നെയാണ് പച്ചമുളക്, ഏത് സാധനമാണെങ്കിലും ഒരു ഇത് കണ്ടാലേ അവരെടുക്കില്ല. അപ്പൊ ഞങ്ങൾ നന്നായിട്ട് ഇത് ചെയ്യും, കാരണം ഒരു പാടും ഇല്ലെങ്കിൽ ഈ സാധനമൊക്കെ വിറ്റുപോകുള്ളൂ കേരളത്തില്. അങ്ങനെ പറഞ്ഞ് പ്രത്യേകമായിട്ട് പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് കേരളത്തിലേക്ക് വരുന്ന വെജിറ്റബിൾസ് മുഴുവൻ. അത് ഓരോ ഐറ്റം തിരിച്ചുള്ള പെസ്റ്റിസൈഡ് കണ്ടാമിനേഷൻ ഫുഡ് സെക്യൂരിറ്റി ആക്ടുകാര് പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ അതും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് പോയിരുന്നു എൻ്റെ ഒരു ബന്ധുവീട്ടില്. ആ ബന്ധുവീട്ടിലെ അരി അടുപ്പത്തിടാൻ വേണ്ടി ചെമ്പാവരി കഴുകിയപ്പോൾ അവരുടെ കൈ നിറയെ പശ പോലെ ഒരു സാധനം ഒട്ടിപ്പിടിച്ചു. അവരെന്നെ കാണിച്ചു തന്നു. അവരൊരു സയന്റിസ്റ്റ് ആണ്, ഈ ഒട്ടിപ്പിടിച്ച് അരി കഴുകിയ സ്ത്രീയെ. അപ്പൊ അവരെന്നെ കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു, ഇത് ശരിക്ക് പറഞ്ഞാല് പിന്നെ ഒട്ടിച്ചു ചേർത്ത അതാണ്, ശരിക്കും മായമാണ് ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് സെക്യൂരിറ്റി ഇതുപോലെ ഒരു കേസ് ഇവിടെ വെച്ച് ഞാൻ തന്നെ എടുത്ത ഒരു വീഡിയോയുടെ ഫലമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് കടകളിൽ നിന്ന് പശ തേച്ച് മായം ചേർത്ത അരി പിടിച്ചെടുത്തു ഫുഡ് സെക്യൂരിറ്റിക്കാര്. അതുപോലെ വിജിലൻസും പിന്നെ ഫുഡ് സെക്യൂരിറ്റി വിങ്ങും കേരളത്തിൽ ഉടനീളം ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
അതായത് ഞാൻ അന്ന് വാങ്ങിച്ച അരി ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, എപ്പോഴും വാങ്ങിക്കാറുള്ള പാക്കറ്റ് അരി 5 കിലോ 10 കിലോ 20 കിലോ 50 കിലോ ഇങ്ങനെ കിട്ടുന്ന അരി, അതിന്റെ ഒരു 10 കിലോയും ഇല്ല 5 കിലോയും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് 50 കിലോ പാക്കറ്റിലിരുന്ന ലൂസ് അരി വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ ലൂസ് അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് എടുത്ത് കൈ കഴുകിയപ്പോ കയ്യിൽ നിറച്ച് പശയായപ്പോ മനസ്സിലായി ഇത് അവരുടെ നല്ല അരി പാക്കറ്റ് മാറ്റിയിട്ട് അരി തീർന്നപ്പോ പന്ന അരി, പിന്നെ ബ്ലാക്ക് മാർക്കറ്റ് അരി ഇട്ടതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തത്. അതിന് ഫലമുണ്ടായി. ആ കടകളിൽ ഇപ്പൊ വാങ്ങിച്ചാൽ നല്ല അരി മാത്രമേ കിട്ടുള്ളൂ, ഈ മായം ചേർത്ത അരി കിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ കടപ്പുറത്ത് ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ കടപ്പുറത്തെ സ്ത്രീകൾ എന്നോട് പറഞ്ഞു, വലിയ തോതില് ഇങ്ങനെ അരിയൊക്കെ കഴിയുമ്പോ കയ്യിൽ മുഴുവനും പശ പോലെ പറ്റിപ്പിടിക്കുകയാണെന്ന്. എന്റെ പ്രിയപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പുകാരെ, നിങ്ങൾ ഈ കേരളത്തിലെ മനുഷ്യരെ ഇവര് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് കാണാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയോട് സ്വല്പമെങ്കിലും കൂറ് പുലർത്തുന്നുവെങ്കിൽ എല്ലായിടത്തും പോയി, വിജിലൻസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലായിടത്തും പോയി ഈ കള്ളന്മാരെ ഒന്ന് പിടികൂടുക. അങ്ങനെ ഇവിടുത്തെ ജനങ്ങളോട് കൂറ് പുലർത്തുക. ഓരോരുത്തരും ഇഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മായം വയറ്റിൽ ചെന്ന്. ഏതൊക്കെ തരത്തിലാ? അരി വഴി, കഞ്ഞിവെള്ളം വഴി, അതുപോലെ തന്നെ പച്ചക്കറികൾ വഴി, ഏത് കഴിക്കുന്നുവോ അതിലെല്ലാം മായമാണ്. ഇനി കടയിൽ നിന്ന് വാങ്ങുന്നത്, ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ആ ലിസ്റ്റ് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ പലഹാരങ്ങളിലും അതിൽ ചേർത്തിരിക്കുന്ന കളറുകളും തൊട്ട് ഏത് ഉൽപ്പന്നം എടുത്താലും അപകടം അപകടം അപകടം, അത് മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ട് ഈ ഓണം കഴിയുമ്പോഴേക്കും അടുത്ത ഓണത്തിന് മലയാളികൾ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചല്ല അവർ മായം ചേർക്കുന്നത്. ഈ മായം ഇവരുടെ ഒരു ശരീരത്തിന്റെ ഭാഗമായി കൊള്ളട്ടെ, ഇതിനേക്കാളും കൂടുതൽ മായം കഴിച്ച് ഇവർ പോകട്ടെ, ഇവര് ക്യാൻസറിലേക്ക് നടന്നു പോകട്ടെ, മരണത്തിലേക്ക് നടന്നു പോകട്ടെ. ആ തരത്തിലാണ്. ആർക്കും ഒരു നഷ്ടവുമില്ലല്ലോ. മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഈ മായം ചേർന്ന വിഷം വാങ്ങിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതില് ആർക്കാണ് നഷ്ടമുള്ളത്? നഷ്ടമുള്ളത് മലയാളിക്ക് തന്നെയാണ്. അതുകൊണ്ട് മലയാളി തന്നെയാണ് ഇതിനെതിരെ ശബ്ദിക്കേണ്ടത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തീർച്ചയായിട്ടും സടകുടഞ്ഞെഴുന്നേൽക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കപ്പെടുന്ന അരി, പയറുവർഗ്ഗങ്ങൾ, മറ്റു ധാന്യങ്ങൾ, ഇവയുടെ ഒക്കെ ക്വാളിറ്റി കർശനമായിട്ട് പരിശോധിക്കുകയും ഇവരെ ഒക്കെ പിടിച്ച് അകത്തിടുകയും ചെയ്യണം. കർശനമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാ തരത്തിലും നമ്മെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഈ പറയപ്പെട്ട പരസ്യക്കാര്. ഈ പരസ്യത്തിന് വേണ്ടി പണം വാങ്ങിച്ച് പരസ്യത്തിന് നിന്നു കൊടുക്കുന്ന സെലിബ്രിറ്റികളുണ്ടല്ലോ, ഈ സെലിബ്രിറ്റികളെയാണ് ആദ്യം തന്നെ അഴിക്കകത്ത് കയറ്റേണ്ടത്. ഒരു പ്രാവശ്യം ഒരു സെലിബ്രിറ്റിയെ അഴിക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അനുഭവമില്ലാത്ത ഒറ്റ ഉൽപ്പന്നത്തിന് വേണ്ടിയും അവര് അഡ്വർടൈസ്മെന്റിന് വേണ്ടി തുനിഞ്ഞിറങ്ങുകയില്ല. അപ്പം നമ്മളെല്ലാവരും ഒന്ന് കൈകോർത്ത് പിടിച്ച് ഇവരെല്ലാരും പോലീസിൽ കയറ്റാൻ വേണ്ടി, ജയിലിൽ കയറ്റാൻ വേണ്ടി നോക്കണമെന്നില്ല. സ്വന്തം പോക്കറ്റിനെ ഓർത്ത് മര്യാദയ്ക്ക് ചിന്തിച്ചു മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുക. ഏതെങ്കിലും പറയുന്ന ഭ്രാന്തന്മാർ പറയുന്ന ഭ്രാന്ത് വർത്തമാനം കേട്ട് നമ്മുടെ പോക്കറ്റ് കാലിയാക്കരുത്. നമ്മൾ കടക്കണിയിൽ പോകരുത്. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം സുസ്ഥിരമായിട്ട് മുൻപോട്ട് പോകണം എന്ന് കരുതിക്കൊണ്ട് വേണം ഓരോ കരുവും നീക്കാൻ. നന്ദി.